നമസ്കാരം. ബാലൻ എന്ന പേര് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളെല്ലാവരും ഈ ചിദംബരത്തിൻ്റെ ബാലനെ കുറിച്ചാണ് ഓർമ്മിക്കുക, അല്ലേ? ഒരുപക്ഷെ പുതിയ തലമുറ അല്ലെങ്കിൽ വർത്തമാന തലമുറയുടെ ഓർമ്മയിലേക്ക് കയറിക്കൂടി കസേരയിട്ടിരിക്കാൻ മാത്രം ഗംഭീരമായൊരു സിനിമ എന്ന നിലയ്ക്ക് ഇനി അങ്ങോട്ട് ഈ ബാലൻ അങ്ങനെ അവിടെ നിൽപ്പുണ്ടാവും. ഈ ബാലൻ എന്ന സിനിമയ്ക്ക് ബാലൻ എന്ന പേരിട്ടത് മോശമായിപ്പോയോ? അങ്ങനെ വിലയിരുത്തുന്നവരുണ്ട്. 1938 ജനുവരിയിൽ മലയാള സിനിമയുടെ ചരിത്രം പുതുക്കിപ്പണിത മൂന്നാമത്തെ സിനിമയായി ഒരു ബാലൻ വന്നിട്ടുണ്ട്. ആദ്യത്തെ ശബ്ദചിത്രം. ചരിത്രത്തിലെ ആ ബാലൻ എന്ന പേരിന് മേലെ ചിദംബരത്തിൻ്റെ ബാലൻ എന്ന പേര് ആവർത്തിച്ചിട്ട് ചരിത്രത്തെ മായ്ച്ചു കളഞ്ഞു എന്ന് വിമർശിക്കുന്നവർ ഉണ്ട്. ഈ പേര് ആ പേരിനെ മായ്ച്ചു കളയോ? ചിദംബരവും കൂട്ടരും ചെയ്തത് ചരിത്രത്തോടുള്ള അനീതിയാണോ? അല്ല എന്നാണ് എൻ്റെ വിചാരം. എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാനാണ് ഈ വീഡിയോ. ചരിത്രത്തിലെ ബാലൻ്റെ അടുത്തേക്ക് നമുക്ക് ആദ്യം പോവാം. ലഭ്യമായ വിവരങ്ങൾ പരിമിതമാണ്. സിനിമയുടെ പ്രിൻ്റ് പോലും ഇന്ന് ലഭ്യമല്ല. അതുകൊണ്ട് പുസ്തകങ്ങളിലും സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കിട്ടിയ വിവരങ്ങൾ വെച്ചാണ് ബാലനെക്കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിഴവുകൾ ക്ഷമിക്കുക, തിരുത്തുക. ഒരു ഗംഭീര ചർച്ച നടക്കട്ടെ. എന്തായാലും വിഗതകുമാരൻ, മാർത്താണ്ഡവർമ്മ എന്നിവയ്ക്ക് ശേഷം ഇറങ്ങിയ ചിത്രമാണ്, മൂന്നാമത്തെ ചിത്രമാണ് നമ്മുടെ ആ ബാലൻ. പക്ഷേ ശബ്ദചിത്രമായി ചരിത്രത്തിൽ, അതായത് മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രമായി ചരിത്രത്തിൽ ഇടം നേടി. 1936 TR സുന്ദരം സ്ഥാപിച്ച സേലം മോഡേൺ തിയേറ്റേഴ്സാണ് നിർമ്മിച്ചത്. 1938 ജനുവരി 19 കൊച്ചിയിലെ സെലക്ട് തിയേറ്ററിൽ ഈ സിനിമ ആദ്യമായി പ്രദർശിപ്പിച്ചതായാണ് രേഖകൾ. സംവിധായകൻ പാഴ്സി വംശജനായ ഷെവാക്രാം തെച്ച്കാന്ത് നൊട്ടാണി എന്ന S നട്ടാണി ആണ് സംവിധാനം ചെയ്തത്. നാഗർകോവിൽ സ്വദേശിയും അർദ്ധമലയാളിയുമായ A സുന്ദരം പിള്ളയാണ് സിനിമയ്ക്ക് തുടക്കമിട്ടത്. സുന്ദരത്തിൻ്റെ വിധിയും മിസിസ് നായരും എന്ന ചെറുകഥയെ ആസ്പദമാക്കി മുതുകുളൻ രാഘവൻ പിള്ളയാണ് തിരക്കഥ രചിച്ചത്. ഛായാഗ്രഹണം ജർമ്മൻകാരനായ ബോഡോ ഗുഷ്കറും ചിത്രസന്നിവേശം വർഗീസ് KC ജോർജ് എന്നിവരും നിർവഹിച്ചു. ലഭ്യമായ കഥയുടെ, ബാലൻ എന്ന സിനിമയുടെ കഥയുടെ സംഗ്രഹം ഇങ്ങനെയാണ്. വിഭാര്യനായി കഴിഞ്ഞിരുന്ന നല്ലവനും ധനാഢ്യനുമായ ഡോക്ടർ ഗോവിന്ദൻ നായരുടെ മക്കളാണ് ബാലനും സരസയും. ഗോവിന്ദൻ നായർ മീനാക്ഷിയെ പുനർവിവാഹം ചെയ്യുന്നു. അമ്മയില്ലാത്ത ആ കുട്ടികളെ മീനാക്ഷി ക്രൂരമായി പീഡിപ്പിക്കുന്നു. കുട്ടികളെ കൊല്ലുന്നതിന് വരെ അവർ ശ്രമിക്കുന്നു. അതറിഞ്ഞ ഗോവിന്ദൻ നായർ ഹൃദയം പൊട്ടി മരിച്ചു. പിന്നീട് മീനാക്ഷി കിട്ടുപണിക്കരെ ഭർത്താവായി സ്വീകരിച്ചു. മീനാക്ഷിയുടെയും കിട്ടുപണിക്കരുടെയും ഇടയിൽ നിന്ന് ബാലനും സരസയും ഒളിച്ചോടി. കാരണം അച്ഛനും അമ്മയും ഇല്ലാണ്ടായതല്ലോ. പെരുവഴിയിൽ അലഞ്ഞ ആ കുഞ്ഞുങ്ങൾ ഭക്ഷണം കിട്ടാതെ തളർന്നു വീണു. അതുവഴി വന്ന ബാരിസ്റ്റർ പ്രഭാകര മേനോൻ ആ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടുപോയി സ്വന്തം കുട്ടികളെ പോലെ നോക്കി. മരിച്ചുപോയ ഡോക്ടർ ഗോവിന്ദൻ നായർ, അതായത് കുട്ടികളുടെ അച്ഛൻ, തൻ്റെ മരണപത്രത്തിൽ കുട്ടികളെ സംരക്ഷിക്കുന്നവർക്ക് വേണ്ടി സ്വത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അറിഞ്ഞ മീനാക്ഷി കുട്ടികളെ തേടിപ്പിടിക്കാൻ വേണ്ടി കിട്ടുവിനെ ചുമതലപ്പെടുത്തുന്നു. സ്കൂളിൽ നിന്നും വരുന്ന വഴി കുട്ടികളെ കണ്ടുമുട്ടിയ കിട്ടു അവരെ കേളു എന്ന വേലക്കാരൻ്റെ വീട്ടിൽ പിടിച്ചുകൊണ്ടുപോയി താമസിപ്പിക്കുന്നു. എല്ലാം മനസ്സിലാക്കിയിരുന്ന ശംഖു എന്നൊരു കള്ളൻ കുട്ടികളെ അവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയി പല വിദ്യകളും കാട്ടി ജീവിക്കുന്നു. ഇത് കണ്ടുപിടിച്ച കിട്ടു ശംഖുവുമായി ഏറ്റുമുട്ടി. അങ്ങനെ മൽപ്പിടുത്തത്തിനിടയിൽ ബാലനും സരസയും അവരുടെ ഇടയിൽ നിന്നും രക്ഷപ്പെട്ടു. വീണ്ടും അനാഥരായി അലഞ്ഞു നടന്ന അവർ ഒരു സത്രത്തിൽ കിടന്നുറങ്ങി. തോട്ടം പണിക്ക് ആളെ തേടി നടന്ന ഒരു കങ്കാണി സരസയെ പിടിച്ചുകൊണ്ടുപോയി. പല നാളുകൾ കഴിഞ്ഞ് ബാലനും അങ്ങനെ രണ്ടുപേരും വേർപെട്ടു. പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് ബാലനും അവിടെ എത്തുന്നു. അവർ അവിടെ ജോലിക്കാരായി കുറേ കാലം ജീവിച്ചു. അതിനിടയിൽ ബാരിസ്റ്റർ പ്രഭാകര മേനോന് ജീവിതത്തിൽ വിരക്തി തോന്നി. നേരത്തെ ഈ കുട്ടികളെ കൊണ്ടുപോയ അയാൾ തൻ്റെ കാമുകിയായ ഭാനുവിനെയും വിട്ട് തൻ്റെ തോട്ടത്തിൽ സുഖവാസത്തിന് ഒറ്റയ്ക്ക് പോകുന്നു. വളർന്നു കഴിഞ്ഞിരുന്ന സരസയും ബാലനും കങ്കാണിയുടെ ക്രൂരതയിൽ വീർപ്പുമുട്ടി വേല ചെയ്യുന്നത്, ജോലിയെടുക്കുന്നത് അയാൾ കണ്ടു. സരസയും ബാലനെയും തിരിച്ചറിഞ്ഞ പ്രഭാകര മേനോൻ അവരെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മീനാക്ഷി അപഹരിച്ചിരുന്ന മരണപത്രം ബാലൻ കൈക്കലാക്കി മേനോനെ ഏൽപ്പിച്ചു. മീനാക്ഷിയുടെയും കിട്ടുവിൻ്റെയും പേരിൽ കേസ് കൊടുത്ത് മേനോൻ അവർക്കെതിരായി വിധി നേടുന്നു. ഇതിൽ കോപാകുലയായ മീനാക്ഷി മേനോൻ്റെ നേർക്ക് വെടിവെക്കുന്നു. അത് കണ്ട് മുന്നിൽ ചാടിയ ബാലൻ ആ വെടിയേറ്റ് മരിക്കുന്നു. മീനാക്ഷി ശിക്ഷിക്കപ്പെടുന്നു. നാളുകൾക്ക് ശേഷം തീർത്തും അനാഥരായ സരസയെ പ്രഭാകര മേനോൻ കല്യാണം കഴിക്കുന്നു. അവരുടെ ആദ്യ മകന് ബാലൻ എന്ന് പേരിടുന്നു. മരണമടഞ്ഞ ബാലൻ്റെ ശവകുടീരത്തിൽ പൂക്കളർപ്പിക്കുന്നതോടെ കഥ അവസാനിക്കുന്നു. സംഭവബഹുലമായ കഥ. ചിലപ്പോൾ ഇപ്പം നമുക്ക് ആലോചിക്കുമ്പോൾ എന്ത് വളച്ച് കെട്ടിപ്പിടിച്ചൊരു കഥയാണെന്ന് തോന്നും. സിനിമയുടെ കഥാചരിത്രത്തിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ അന്നത്തെ കാലത്തെ സാഹചര്യമാണെന്ന് കൂടി ഓർമ്മിക്കണം. ബാലൻ്റെ നിർമ്മാതാവായ സേലം മോഡേൺ തിയേറ്റേഴ്സ് ഉടമ TR സുന്ദരം ഈ സിനിമയുടെ നിർമ്മാതാവായതിന് പിന്നിൽ മലയാളിയായ മാന്നാർ സ്വദേശി K ഗോപിനാഥ് ആയിരുന്നു അത്രേ.
കാക്കാഴ്ച നാടകവുമായി ലോകം ചുറ്റിയിരുന്ന ഗോപിനാഥ് സിനിമാ ഭ്രാന്തെടുത്ത് സിനിമയ്ക്ക് പിന്നാലെ പോയി. പിന്നീട് സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചു. പക്ഷേ മുതൽ മുടക്കാൻ ആളില്ല. അങ്ങനെയാണ് തിരുവനന്തപുരത്തുള്ള ഒരു വാഹന കമ്പനിയിൽ ഗോപിനാഥ് ജോലി ചെയ്യാൻ പോയത്. മ്യൂസിയത്തിൽ വിഗതകുമാരൻ്റെ ചിത്രീകരണം നടക്കുന്നതറിഞ്ഞ് അവിടെ ചെന്ന് ഒരു റോൾ ആവശ്യപ്പെട്ടു. പക്ഷേ കിട്ടിയില്ല. ഏതായാലും പിന്തിരിയാതെ മദ്രാസിലേക്ക് പോയി. ഗോപിനാഥ് ചില പുരാണ ചിത്രങ്ങളിൽ ഈ എക്സ്ട്രാ നടന്മാർക്കൊപ്പം അഭിനയിക്കാൻ തുടങ്ങി. പിന്നെ മദ്രാസിൽ ഒരു മലയാളി അസോസിയേഷൻ ഉണ്ടാക്കി. അന്നൊരു ചിത്രം മാത്രം സംവിധാനം ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു നാഗർകോവിൽക്കാരനായ എ സുന്ദരം. ഒറ്റ സിനിമ മൂപ്പരും ഈ അസോസിയേഷനിലുണ്ടായിരുന്നു. അങ്ങനെ മലയാളത്തിലെ ഒരു സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ആദ്യത്തെ ശബ്ദ സിനിമ. അത് ആ സംഘടനയുടെ തന്നെ ലക്ഷ്യമാക്കി മാറ്റി. അറിയാവുന്ന സ്റ്റുഡിയോകൾക്കെല്ലാം കത്തയച്ചു. ഒടുവിൽ TR സുന്ദരത്തിൻ്റെ സേലം മോഡേൺ തിയേറ്റേഴ്സിൽ നിന്ന് മറുപടി കിട്ടി. ഹൈദരാബാദിലുള്ള ഒരു ഇസ്ലാമിക കുടുംബത്തിലെ സംഭവം വിധിയും മിസ്സിസ് നായരും എന്ന പേരിൽ സുന്ദരം ഒരു കഥയുണ്ടാക്കി. ഗോപിനാഥും സുന്ദരവും കൂടി സേലത്തേക്ക് ആ കഥയുമായി തിരിച്ചു. കഥ കേട്ട S. നട്ടാണിയെ സംവിധായകനാക്കി പ്രാരംഭ പ്രവർത്തനം തുടങ്ങി. പക്ഷേ സിനിമയിൽ അഭിനയിക്കാനെത്തിയ നായിക നടിയെയും കൊണ്ട് A. സുന്ദരം സെറ്റിൽ നിന്ന് ഒളിച്ചോടി. പിന്നീട് മുതുകുളം രാഘവൻപിള്ളിയാണ് കഥയിൽ മാറ്റങ്ങളൊക്കെ വരുത്തി ബാലന് തിരക്കഥ ഒരുക്കിയത്. ക്രൂരത നേരിടേണ്ടി വരുന്ന പാവം ഒരു ഏട്ടൻ്റെയും അനിയത്തിയുടെയും കഥന കഥ. നമ്മൾ നേരത്തെ കേട്ട കഥ ഇന്ന് കേൾക്കുമ്പം അതിഭാവുകത്വവും അവിശ്വസനീയതയും നിറഞ്ഞ ഒരു കുടുംബകഥ. പിന്നീട് മലയാള സിനിമയുടെ വിജയ സമവാക്യമായി എന്നാണ് ചരിത്രം. ബാലൻ കേരളത്തിന് പുറത്തു വെച്ചാണ് ചിത്രീകരിച്ചത്. ഇതിൻ്റെ പ്രധാന ലൊക്കേഷൻ തിരുനെൽവേലിയായിരുന്നു അത്രേ. ഈ സിനിമ നിർമ്മിക്കാൻ ആവശ്യമായ ആകെയുള്ള ചെലവ് 50,000 രൂപയായിരുന്നു. അന്ന് ഇന്നത്തെ പൈസ താരതമ്യം ചെയ്ത് നോക്കിയാൽ അന്ന് ഭീകര തുകയാണത്. 1937 ഓഗസ്റ്റ് 17 സേലം മോഡേൺ സ്റ്റുഡിയോയിൽ വെച്ച് ചിത്രീകരണം തുടങ്ങി. മദ്രാശിയിലെ ശ്യാമള പിക്ചേഴ്സ് വിതരണം നടത്തി. ആദ്യ പ്രദർശനത്തിൽ 18 രൂപ ലഭിച്ചതായി പലരും എഴുതിയിട്ടുണ്ട്. 23 സിനിമാ പാട്ടുകൾ ഈ സിനിമയിലുണ്ടായിരുന്നു. പ്രധാന വേഷം ചെയ്ത KK അരൂരും ഇബ്രാഹിമും ചേർന്നാണ് മുതുകുളം രാഘവൻപിള്ള തന്നെ രചിച്ച ഗാനങ്ങൾക്ക് സംഗീതം കൊടുത്തത്. പിന്നണി അക്കാലത്ത് പാടുക എന്ന് പറയുന്നത് സാങ്കേതികമായി ബുദ്ധിമുട്ടുള്ളതിനാൽ നടീനടന്മാർ തന്നെ പാട്ടുപാടി അഭിനയിച്ചു. ബാലൻ സിനിമ ഒരു സിനിമാ കഥ പോലെ അതുമായി ബന്ധപ്പെട്ടവർക്ക് നിർഭാഗ്യകരമായ ജീവിതമാണ് സമ്മാനിച്ചതെന്നാണ് പിന്നീട് പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. മുഖ്യനടൻ നമ്പ്യാർക്ക് 30 വർഷം കോടതി കയറി ഇറങ്ങേണ്ടി വന്നപ്പോൾ നായിക കമലത്തിന് ദാരിദ്ര്യത്തിൽ ആയി പിന്നീട് ജീവിതം. ആദ്യ നായികയുമായി ഒളിച്ചോടിയ കഥാകൃത്ത് എങ്ങോട്ട് പോയി എന്ന് ബന്ധുക്കൾക്ക് പോലും അറിയില്ല. പിന്നീട് സാമ്പത്തിക പരാധീനതകളുമായി മരിച്ച തിരക്കഥാകൃത്ത്, ഏതോ നാട്ടിൽ ആരും അറിയാതെ മരിച്ച വില്ലൻ, പാപ്പരായി തീർന്ന എഡിറ്റർ, ഇങ്ങനെയൊക്കെയാണ് ആ ദുരന്ത ചിത്രത്തിൻ്റെ ബാക്കി പത്രം അന്വേഷിച്ചാൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. നിർമ്മാതാവും സംവിധായകനും ഛായാഗ്രാഹകനും മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നാണ് ചരിത്രം. ബാലനെക്കുറിച്ച് ഇപ്പോൾ ലഭ്യമായ ആധികാരികമായ രേഖ എന്ന് പറയുന്നത് ഒരു പുസ്തകം R. ഗോപാലകൃഷ്ണൻ എഴുതിയ ഗുഡ് ലക്ക് ടു എവരിബഡി എന്നാണ്. ബാലനിലെ ആദ്യത്തെ സംഭാഷണ ഭാഗം ഇതിൻ്റെ സിനിമ തുടങ്ങുന്നത് തന്നെ ഈ ഡയലോഗിലൂടെയാണ്. ചരിത്രത്തിൽ ഇടം പിടിച്ച ഡയലോഗ്, ആദ്യത്തെ ശബ്ദചിത്രമാണല്ലോ ഗുഡ് ലക്ക് ടു എവരിബഡി. ആ പുസ്തകത്തിൻ്റെ പേരും അങ്ങനെ തന്നെയാണ്. ഒപ്പം ചിത്രത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ച CNO നമ്പ്യാരുടെ മകൻ പവിത്രനെ ഉദ്ധരിച്ച് മാതൃഭൂമി പത്രം പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ലഭ്യമായ വിവരങ്ങൾ വിശദമാക്കുന്നുണ്ട്. CNO നമ്പ്യാർ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആ പേര് അടയാളപ്പെടുത്തിയിട്ടില്ല. 1998 ഫിലിമോത്സവത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് ബാലനിലെ അഭിനേതാക്കളെ ആദരിച്ച കാര്യം പറയുന്നുണ്ട്. ആ ദിവസം തൻ്റെ സ്വാതന്ത്ര്യ സമര പെൻഷന് വേണ്ടിയും അതിനുശേഷം അന്യാധീനപ്പെട്ട കുടുംബ സ്വത്തിനു വേണ്ടിയും കോടതി വരാന്തകളിൽ ആയിരുന്നു അവസാന കാലം. ആദരവ് ഏറ്റുവാങ്ങാൻ പോലും അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല എന്ന്. ബാലനിലെ പ്രധാന കഥാപാത്രം നമ്പ്യാർ അവതരിപ്പിച്ച ബാരിസ്റ്റർ പ്രഭാകര മേനോനായിരുന്നു അത്രേ. കഥയിലെ മാറ്റങ്ങളെല്ലാം ഉണ്ടാകുന്നത് ബാരിസ്റ്റർ പ്രഭാകര മേനോനെ കേന്ദ്രീകരിച്ചാണ്. പ്രഭാകര മേനോൻ നായിക സരസ്യയെ വിവാഹം കഴിക്കുന്നതോടെയാണല്ലോ സിനിമ അവസാനിക്കുന്നത്. എന്നാൽ പ്രധാന കഥാപാത്രമായിരുന്നിട്ടും ആദ്യ നായകനായി KK അരൂരിനെയാണ് പലയിടത്തും രേഖപ്പെടുത്തിയത് എന്ന് മകൻ പവിത്രം പറയുന്നുണ്ട്. ബാലൻ്റെ ചരിത്രത്തെ പറ്റി R. ഗോപാലകൃഷ്ണൻ എഴുതിയ ഗുഡ് ലക്ക് ടു എവരിബഡി എന്ന പുസ്തകത്തിലും ഇത് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നിപ്പോൾ ബാലൻ്റെ പ്രിൻ്റൊന്നും കിട്ടാനില്ല. എന്തായാലും ചിദംബരത്തിൻ്റെ ബാലൻ പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും പഴയ ബാലനെ ജനം ഓർമ്മിക്കുകയാണ്. ചരിത്രത്തിൽ നിന്ന് മാഞ്ഞു പോകാത്ത ഒരൊച്ച, വെള്ളിത്തിരയിലെ ആദ്യ ശബ്ദചിത്രം. ശൈലനെ പോലുള്ള സിനിമാ വിമർശകർ എഴുതിയത് പ്രകാരം ഇനിയുള്ള നമ്മുടെ വിവരവിജ്ഞാന ചാക്കുകെട്ടുകളിൽ നട്ടാണിയുടെ ബാലനും മേലെ ചിദംബരത്തിൻ്റെ ബാലൻ കയറി നിൽക്കും. ചിദംബരത്തിൻ്റെ ബാലൻ്റെ മികവിനെ സൂചിപ്പിക്കാനാണ് അവർ അത്തരത്തിൽ വിമർശകരത് സൂചിപ്പിക്കുന്നത്. എന്നാൽ ആ പേര് അതേപോലെ ഇട്ടതിലെ അനീതിയെക്കുറിച്ച് പറയുന്നവരുമുണ്ട്. പക്ഷേ ഞാൻ ആ പേരിട്ടത് നന്നായി എന്ന് വിചാരിക്കുകയാണ്. ലഭ്യമായ ചരിത്രത്തിൻ്റെ പരിമിതി 38 ബാലനുണ്ട്. കൂടുതൽ അന്വേഷണങ്ങളൊന്നും പുതുകാലത്ത് നടക്കുന്നുമില്ല. ചരിത്രത്തിൻ്റെ സ്വാഭാവികമായ പോക്കിനിടെ ആ ബാലനെ എത്ര പേര് ഇപ്പോൾ ഓർക്കുന്നുണ്ട്? അത് എത്ര കാലം ഓർമ്മിക്കപ്പെടും?
വെറും വിവരശേഖരണത്തിലെ വിവരങ്ങൾ മാത്രമായി അവസാനിക്കില്ലേ? ഞാൻ ചിദംബരം ചെയ്ത ബാലനെക്കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. അത് കണ്ട് ചിലരെങ്കിലും ഒരു 3-4 പേരെങ്കിലും പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടും ഒക്കെ പറഞ്ഞു, അങ്ങനെ പഴയൊരു ബാലനുള്ള കാര്യം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് എന്നൊക്കെ. അതെന്താ അറിയാത്തതെന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരും PSCക്ക് പഠിക്കുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ എന്ന് ചിലപ്പോൾ മറുപടി പറഞ്ഞേക്കും. എന്നാൽ ചിദംബരത്തിൻ്റെ ബാലൻ ചരിത്രത്തിലെ ബാലനെ ഇപ്പോൾ എടുത്ത് പുറത്ത് ഇട്ടതാണ്. വീണ്ടും വീണ്ടും അറിയാത്തവരും അറിയുന്നവരുമെല്ലാം നട്ടാണിയുടെ ആ ബാലനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും നാളൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ, അതിൽ കൂടുതൽ എന്ത് വേണം? ഇത്ര നല്ലൊരു ബാലനെ ചിദംബരം പിടിച്ച് പുറത്തിട്ടത് കൊണ്ടല്ലേ അങ്ങനെ സംസാരിക്കുന്നത്. അതുകൊണ്ട് ചിദംബരത്തിൻ്റെ ബാലൻ ഒരു ചരിത്രപരമായ കടമ നിർവഹിച്ചു എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ആ അർത്ഥത്തിൽ മലയാള സിനിമ ഈ പേര് ഇപ്പോൾ ചിദംബരം ഇട്ടതിനെ ചിദംബരത്തോടും സംഘത്തോടും കടപ്പെട്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം.